സ്നേഹയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം എന്നിട്ട് പറയണം ഞാൻ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് തോറ്റായിരുന്നു ശ്രീകുമാറിന്റെ അടുത്തൊന്ന് പറയണം എന്നിട്ട് കളിയല്ല കല്യാണം ടാഗ് ചെയ്യണം. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി പകുതി ഇതിന് വിളിച്ചപ്പോ എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല അവര്. ടാഗ് ചെയ്യണമെന്ന് അത് നടക്കില്ലേ? അത് പറ്റില്ല. ഇത് വിളിക്കുമ്പോ അത് പറയണ്ടേ? അങ്ങനെ തൽക്കാലം ചെയ്യണുണ്ട്. ഇത് ഈ ക്യാമറയിലൊക്കെ വരുന്നല്ലേ നാണക്കേട്. ഇപ്പൊ ഒരു കണ്ണാടി ഇട്ട് ഇത്ര നേരം കണ്ണാടി ഇല്ലായിരുന്നല്ലോ. ഇത് ജീവയൊക്കെ കുറച്ചു നേരം മുമ്പ് ഇങ്ങനെ വെച്ച് യോന്നൊക്കെ വെച്ചെടുത്ത് ഇട്ടിട്ട് പോയതാ. ഞാൻ ഭാര്യയോട് തോറ്റു. ജീവയ്ക്ക് അത് ചെയ്യാം, ഞാൻ ടൈപ്പല്ല. എന്തിന് ഏട്ടനോട് പറഞ്ഞിരുന്നോ? അത് എടുക്കാൻ പറഞ്ഞിരുന്നോ? ഈ സെൽഫി എടുക്കാൻ പറഞ്ഞിരുന്നാ? ഒറ്റ കണ്ണാടി വെച്ച് എടുക്കാൻ പറഞ്ഞിരുന്നാ? ഇവര് പറയുന്ന ശേഷം ഇടി ഞാൻ കൊണ്ടില്ലേ? ഇടി ഞാൻ കൊണ്ടില്ലേ? നമുക്ക് ഒരുമിച്ച് സെൽഫി കണ്ണാടിയും വെച്ചോണ്ടോ? കണ്ണാടി മാറ്റി. സമാധാനം. തോറ്റോ? നാരങ്ങളും തരട്ടെ. തോറ്റോ? ആര്? നിങ്ങളുടെ പ്രൊഡ്യൂസർ തോറ്റോ? കൊണ്ടുവാ. എന്തറിയോ, അശ്വതി പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കരുത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ എതിര് പറയണം. എന്നിട്ട് അവളുടെ വിഷമിച്ച മുഖം ആ ക്ലോസ് ക്യാമറയിൽ കിട്ടണം എന്ന് പ്രൊഡ്യൂസർ എനിക്കൊരു കൊട്ടേഷൻ തന്നിരുന്നു. പക്ഷെ ഏത് പറഞ്ഞാലും കാര്യമില്ലാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. പ്രൊഡ്യൂസർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കണല്ലോ. നമുക്ക് സെൽഫി കരിയുന്ന മുഖമുണ്ട്, വേഗം എടുത്തളി. എടുക്കണോ കഴിഞ്ഞിട്ട് നമ്മൾ കാണും പുറത്തേട്ടാ. നിങ്ങൾ ഉദ്ദേശിച്ചത്രേ ഒത്തില്ല. ഞാൻ ആലോചിക്കായിരുന്നേ, ഞാനപ്പോ മൊത്തം ആലോചിക്കായിരുന്നു ഇവക്ക് എന്താ ഭയങ്കര മാറ്റം, സ്നേഹം ഇങ്ങനൊന്നും അല്ലല്ലോ. മറ്റേ ക്യാമറയുടെ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് അവള് ഡാൻസ് ചെയ്ത് ഞാനൊരു കണ്ണാടി വെക്കാൻ പറഞ്ഞപ്പോ എന്നാലും സ്നേഹം ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് മനുവിന്റെ കയ്യിലിരിപ്പോണ്ടുള്ള പ്രശ്നമായിരിക്കും, എന്നോടുള്ള പ്രശ്നമായിരിക്കില്ല. ഞാൻ വിചാരിച്ച് സമാധാനിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കായിരുന്നു. ക്യാമറ കിട്ടിയാവോ? വാ ഫോട്ടോ എടുക്കാം. അത് അയച്ചു തന്നോളൂ കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങളൊക്കെ ടാഗ് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ആ കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ക്രിറ്റിസൈസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? അല്ലെ? ഇപ്പം തെലുങ്കിലല്ലേ ശ്രീകുമാർ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു പ്രോജക്ട് ചെയ്തത്?